ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സത്യത്തിൽ ഞാൻ ഒരു വേറൊരു മാറ്ററിനെ കുറിച്ച് സംസാരിക്കാൻ ആണ് വന്നത്. നമ്മൾ ലാലേട്ടനെ കുറിച്ചിട്ടും സിനിമയെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുമ്പം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് തോന്നും. അതിനാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒരു ചാനലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കൂടിയാണല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു പ്രവണത നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ. എന്നാൽ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഉണ്ണിമുകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് തോന്നിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമുക്കറിയാം, നമ്മളെ ഒരു സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കോമൺ മാനായ, അപ്പോൾ എനിക്കാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു സെലിബ്രിറ്റീസിനെ കാണുമ്പം ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെന്റ് ആണ് എപ്പോഴും നമ്മൾ കാണുമ്പോൾ. അവർക്ക് നമ്മൾ എപ്പോഴും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലൊന്നും നമുക്ക് അവരെ കാണാനുള്ള ഒരു സാഹചര്യം ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു എല്ലാ മനുഷ്യരുടെയും ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഒരു സെൽഫി എടുക്കുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ കാണുമ്പോൾ, ഇപ്പം ഇഷ്ടപ്പെട്ടതെന്നില്ല സത്യം പറഞ്ഞാൽ, ഇപ്പം ഒരു ചുമ്മാ ഒരു നമ്മളൊരു റീൽസിൽ ഫേമസ് ആയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കാണുമ്പോഴും നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മളത് ഒരു സെൽഫി എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ആ മൊമെന്റ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ആൾക്കാരനുസരിച്ചിട്ട് അത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളൊരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ നമ്മളോട് റിയാക്ഷൻ, ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ആ ഒരു റിയാക്ഷൻ, നമ്മളൊരു എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ഒരു ഫേവറേറ്റ് ഒരു സെലിബ്രിറ്റി നമ്മൾ മുമ്പിൽ കാണുമ്പോൾ എന്നുള്ളത് അത് അവരവരുടെ ഒരു വ്യക്തിത്വം അനുസരിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഏറ്റവും ഞാൻ ലോകത്തിൽ ആരാധിക്കുന്ന ഒരു 10 മിനിറ്റ് ലാലേട്ടനെ കണ്ടാൽ സംസാരിക്കണം അദ്ദേഹത്തിനോട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അഭിലാഷമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു 10 മിനിറ്റ് പേഴ്സണായിട്ട്, അത് ചുമ്മാ ദൂരെ നിന്നും കാണണമെന്നല്ല ആഗ്രഹം. നമ്മളുടെ ലൈഫിൽ ഒരു ആഗ്രഹമാണ് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അങ്ങേരെ കണ്ടിട്ട് സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് കൊണ്ടെടുക്കുന്ന ആളാണ് ഇൻ പേഴ്സൺ. എന്നാൽ പോലും എൻ്റെ ഒരു ക്യാരക്ടർ മേ ബി ഞാൻ കുറച്ച് അങ്ങനത്തെ ഒരു ഷൈ ഉള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇടിച്ചു കയറി സംസാരിക്കാനൊക്കെ ചില മൊമെന്റിൽ ചിലപ്പോൾ പറ്റും, ചില മൊമെന്റിൽ അത് സാധിക്കാറില്ല. മേ ബി ചിലപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനെ കണ്ടാൽ കയറി ഓടിച്ചെന്ന് ഒരു സെൽഫി എടുക്കാനോ അങ്ങനെ ചോദിക്കാനും പറയാനുള്ള ഒരു ഷൈനസ്, അത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. ഷൈനസ് ഞാൻ പറയുന്നില്ല. അതെന്താന്ന് വെച്ചാൽ അങ്ങേരുടെ പ്രൈവസി, അല്ലെങ്കിൽ ആ ഒരു ആക്ടർ ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് അത് ഏറ്റവും വലിയ മൊമെന്റ് ആയിരിക്കും ചിലപ്പോൾ അവരെ കാണുന്നത്. പക്ഷേ അപ്പോഴും അവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു പ്രൈവസി അത് നമ്മൾ കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. അത് കെയർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഏത് ആക്ടർ ആണെങ്കിലും, ലാലേട്ടൻ മാത്രമല്ല ഏതൊരു സെലിബ്രിറ്റി കാണുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുക അവർ നിൽക്കുന്ന സാഹചര്യം, അവരുടെ ഒരു പേഴ്സണൽ പ്രൈവസി അപ്പം എന്താണ്, അത് നോക്കിയിട്ടേ ഉള്ളൂ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പോലും ചോദിക്കാം. ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ, ഞാൻ അങ്ങനെയാണ് പേഴ്സണലി. എന്നാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്, ഒരു സെലിബ്രിറ്റി ആരും ആവട്ടെ, ഇനിയിപ്പോൾ ഒരു ഫേമസ് അല്ലാത്തൊരു റീൽസ് ചെയ്തിട്ട് പോലും ഫേമസ് ആയ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ പോലും ഒരു കാറിൻ്റെ ഡോറ്, ഇപ്പോൾ കാറിൽ വരികയാണെന്ന് വെച്ചോ, ആ കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ മുതൽ തിക്കും തിരക്കും കൂടി നിൽക്കുന്ന ഒരു അത് ക്യാമറ ഒന്നുമല്ല, ജസ്റ്റ് ഫോണും കൈ പിടിച്ചിരിക്കുന്ന ആൾ. നിങ്ങൾ എവിടെ ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു ഫോണ്, ജസ്റ്റ് സ്മാർട്ട് ഫോണും കയ്യിൽ പിടിച്ചിട്ട് അവരെ നമ്മളേതോ ഒരു വലിയ വലിയ ചാനലുകളൊക്കെ വന്നിട്ട് കവർ ചെയ്യൂല്ലേ, അതേപോലെ ഒരു ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതിൽ അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും ഒരു ചാനലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാവരും ഒരു ചാനലിൽ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നൊന്നും ഒരിക്കലല്ല. അവര് എന്താ പറയുക, ഒരു സാധാരണ നമ്മളെ പോലത്തെ ഒരാൾ അവരൊരു സെലിബ്രിറ്റി കണ്ടപ്പോൾ കൂട്ടം കൂടി നിന്നിട്ട് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ ഇടയ്ക്ക് ഉണ്ണിമുഖത്തിനുണ്ടായ ഒരു അനുഭവം നിങ്ങളൊന്ന് കണ്ടു നോക്കും. അവന്റെ ഒരു മൂവിയിൽ നിങ്ങൾ ആലോചിച്ചു ഈ വീഡിയോ നമ്മൾക്ക് പോലും ദേഷ്യം വരുന്നത്. കാരണം ആ വീഡിയോ എടുത്ത ചങ്ങാതി അവൻ അങ്ങനെ മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കണ്ടായിരിക്കും ഒരു തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഇങ്ങനെ നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവും ആരുമില്ല വേറെ. എത്ര മൂക്കങ്ങൾ വായൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കുമെന്ന് പറയാൻ തോന്നി കാണും ഉണ്ണിമുഖത്തിന്. അങ്ങനെയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അത്രേ പ്രതികരിച്ചുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത് ആർക്കും ദേഷ്യം പിടിക്കുന്ന ഒരു സംഭവമാണ്. വെറും മനുഷ്യ അപ്പുറം തിക്കും കൂടി നിൽക്കല്ല, വായൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ പറയണം, വായൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കുന്ന പോലെ നിന്ന് എടുക്കുന്നത്. അതിൽ ഞാൻ എപ്പോഴും നമ്മളെ ആക്ട്രസ്മാർ കുറച്ച് ഭയങ്കര പ്രിറ്റി ആയിട്ട് നിങ്ങൾ അങ്ങനെ എടുക്കാൻ ഒരു പ്രിറ്റി ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചു വന്നു നല്ല സുന്ദരികളായിട്ട് വരുന്ന നമ്മളെ ആക്ട്രസ്മാർ ഒരു ഡോറ് തുറക്കുമ്പോൾ മുതൽ അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഈ ക്യാമറ എടുക്കുന്നവന്മാരുടെ ഉദ്ദേശം നമുക്ക് ഞാൻ എല്ലാവരും പറയല്ല, എന്നാൽ പോലും നമുക്കറിയാം. നമുക്ക് ആ ക്യാമറയുടെ ഫോക്കസ് കണ്ടാൽ മനസ്സിലാവും ഇവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ആയിരിക്കാം ഈ ക്യാമറ എടുക്കുക. അല്ല, ഈ ക്യാമറ
ക്യാമറ എടുക്കാൻ നിൽക്കുന്ന ഈ ഫോട്ടോ ഈ സ്മാർട്ട് ഫോണും കൈ പിടിച്ച് ഇങ്ങനെ ക്യാമറ എടുക്കുന്ന ആൾക്കാർ ഒന്നും ഒരു മീഡിയന്റെ ഭാഗമല്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അവർ മേ ബി അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടി എടുക്കുന്നതായിരിക്കും. എസ്പെഷ്യലി ഈ ആക്ട്രസുകളാണ് പൊതുവെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു ഒരു അത്ര ഷയ്യായ ആൾക്കാരായിരിക്കില്ല. കാരണം അവർ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പോലും ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ട് തോന്നുന്ന, എസ്പെഷ്യലി ആക്ടർസുമാർക്ക് തോന്നുന്ന ഒരുപാട് മൊമെന്റ്സ് നമ്മൾ എപ്പോഴും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും യൂട്യൂബ് ഷോർട്സിലാണെങ്കിലും ഒക്കെ കാണുന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതൊന്നും മാറാൻ പോവില്ല, അല്ലെങ്കിൽ ഇതിനൊരു ചിലപ്പം സപ്പോർട്ട് ചെയ്യുന്നൊരു എതിരഭിപ്രായം പറയുന്നവരുണ്ടോ. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രവണത തോന്നുന്നത്? കാരണം ചാനലിനെ പ്രതിനിധീകരിച്ച ആൾക്കാർ വന്നിട്ട് ആ മൊമെന്റ് ക്യാപ്ചർ ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ ആർക്കും നമ്മളൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആരെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എസ്പെഷ്യലി സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടി പോലെ നമ്മൾ കാണുന്നത് സെലിബ്രിറ്റീസിനെ. അവർ വരുമ്പോൾ നമ്മൾ തോന്നിയ പോലെ ഓക്കെ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരെ സെലിബ്രിറ്റീസ് കാണുമ്പോൾ നമുക്കൊരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ ക്യാപ്ചർ ചെയ്യാം. പക്ഷെ എന്നാൽ പോലെ അതിനൊരു മാന്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ പ്രൈവസിയിലേക്ക് എന്നെപ്പോലെ തോന്നുന്ന ആൾക്കാർ എത്ര അവരുണ്ടെന്ന് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതാഭിലാഷമായിട്ട് കാണുന്ന നമ്മുടെ ലാലേട്ടനെ പോലെ എൻ്റെ മുൻപിൽ കിട്ടിയാൽ അപ്പം പോലെ എനിക്ക് ഉറപ്പാണ് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അപ്പോഴുള്ള ആ ഒരു പ്രൈവസി, അദ്ദേഹം ഏതൊരു മൊമെന്റിലാണ് നിൽക്കുന്നത്, ഏതൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഞാനൊരു സെൽഫി പോലും ചോദിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താണ് തോന്നാറ്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതായിട്ട് യോജിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇല്ലേ? കാരണം ഒരു ഭയങ്കര ന്യൂസെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പം കാണുമ്പോഴും ആരെ വീഡിയോ കാണുമ്പോഴും ഇതെപ്പം കാണുമ്പോഴും ഏത് സെലിബ്രിറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ ഫോണും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവരൊക്കെ ഒരു ചാനൽ, ഒരു യൂട്യൂബ് ചാനലെങ്കിലും ഉള്ളവരാണോ, അല്ലെങ്കിൽ അവർക്ക് ആ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണോ? അല്ല, അതിൽ 90% ആൾക്കാരും സ്വന്തം ഫോണിൽ ചുമ്മാ എന്താ പറയുക അവരെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ അതൊരു പ്രൈവസി എല്ലാവർക്കും കൊടുത്തും കൊണ്ട് എന്താ പറയുക, ഒരു സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും ഒരു പ്രൈവസി കൊടുത്തും കൊണ്ട് അത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?